സഹോദരങ്ങളെ, അതുകൊണ്ട് ഒരു നിമിഷമെങ്കിലും ചിന്തിക്കണം, അല്ലാഹുവേ, ഈ ദുനിയാവിനെ ഞാൻ ഇഷ്ടപ്പെട്ടുകൊണ്ട് ജീവിച്ചാൽ എന്റെ സ്ഥിതി എന്തായിരിക്കുമെന്ന് ചിന്തിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ പോക്ക്. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, മനുഷ്യനിങ്ങനെ ജീവിച്ചങ്ങ് തീർക്കുകയാണ് ഇവിടെ ദുനിയാവിൽ. നാളെ ആഖിറത്തിലേക്ക് പോകണമെന്നുള്ളൊരു ചിന്ത അവനിക്ക് വരുന്നില്ല. ഇദാ ആശൽ ഫതാ സിത്തീന ആമാ വനസുഫുൽ ഉംരി യംഹഖുൽ ലയാലി വനസുഫുൻ നസ്ഫി യദ്ഹബു ലൈസ യദ്രി യഗ്ഫലതിഹി യമീനൻ വശിമാലി വതുർസുൻ നസ്ഫി ആമാലുൻ വഹിർസുൻ വശുഗ്ലുൻ ബിൽ മഖാസിബി വൽ ഹിയാലി وباقي العمر أسقام وشيب وهم بارتحال وانتقال. ഇതാണ് മനുഷ്യൻ. ഇതാ ആശൽ ഫത്താ സിത്തീന ആമ. ഒരു മനുഷ്യൻ 60 കൊല്ലം ജീവിച്ചിരുന്നാൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും പഠിപ്പിച്ചിട്ടില്ലേ, 60-ന്റെയും 70-ന്റെയും ഇടയ്ക്കാണ് എന്റെ ഉമ്മത്തിന്റെ ആയുസ്സെന്ന്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അതനുസരിച്ച് കൊണ്ടുള്ള ബൈത്താണ് ഇദാ ആശൽ ഫത്താ സിത്തീന ആമ. കടലേഴും താണ്ടി നീ ഗൾഫ് രാജ്യത്തണഞ്ഞല്ലോ, പാരിക്കൂട്ടാനായി മോഹമേറെയും ഉണ്ടല്ലോ, കൽഭാഗം നീറിനി വീട്ടിൽ യാത്ര മൊഴിഞ്ഞല്ലോ, കണ്ണുനീരോടെ നീ ഭാര്യ പോട്ടി കരഞ്ഞല്ലോ. എന്റെ പ്രിയമുള്ള സഹോദര, ദുനിയാവിന് വേണ്ടിയിട്ട് ഗൾഫിലേക്ക് പോകുമ്പോ, മക്കളെ കെട്ടിക്കുന്ന ആവശ്യം പറഞ്ഞുകൊണ്ട് ഗൾഫിലേക്ക് പോകുമ്പോ, എന്റെ പൊന്നുമോള് വളർന്നു വരികയാണല്ലോ, അവളെ കെട്ടിച്ചയക്കണമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അന്യനാടുകളിലേക്ക് ഭാര്യന്റെ സുഖങ്ങളെയും മക്കളുടെ സുഖങ്ങളെയും ബന്ധുമിത്രാദികളുടെ എല്ലാ സുഖങ്ങളും വലിച്ചെറിഞ്ഞുകൊണ്ട് ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകുന്ന സഹോദര, അടുത്ത കൊല്ലം നീ തിരിച്ചു വരുമെന്ന് എന്തുറപ്പിലാ സഹോദര പോകുന്നത്? ഇതാ ആശൽ ഫത്താ സിത്തീന ആമാ. ഒരാള് 60 കൊല്ലം ജീവിച്ചിരുന്നാൽ, ശ്രദ്ധിക്കണേ, 60 കൊല്ലം ജീവിച്ചിരുന്നാൽ അതിൽ നിന്നും പകുതിയും രാത്രിയായിട്ട് മാഞ്ഞു പോവുകയാണ്. രാത്രിയായിട്ട് മാഞ്ഞു പോകുന്നു. പിന്നെ എത്രയുണ്ട്? പിന്നെ 30 പകലും 30 രാത്രിയേ ഉള്ളൂ ഇവിടെ, ഇങ്ങനെ കൂട്ടുകയാണെങ്കിൽ. അല്ലാതെ 60 കൊല്ലം നമ്മൾ ഇവിടെ ജീവിക്കുന്നില്ല. രാത്രി അതിനെ മാച്ചു കളയുകയാണ്. എന്നിട്ട് അതിന്റെ പകുതിയുടെ പകുതി എത്രയായി? 15. പിന്നെ ഉള്ള എത്രയാണ്? അതിന്റെ പകുതിയുടെ പകുതിയാണല്ലോ. 15 ഉണ്ട്. ആ 15 പിന്നെ എന്താ ചെയ്യുന്നത്? അവനവന്റെ ഉമ്മാന്റെ ഗർഭാശയത്തിൽ നിന്ന് ഭൂമി ലോകത്തേക്ക് അവൻ കടന്നു വന്നിട്ട് അവന്റെ പ്രായപൂർത്തി എത്തുന്നത് വരെ അവൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ട് അവൻ അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. പക്ഷേ അവനിക്ക് പ്രായപൂർത്തിയായി കഴിഞ്ഞത് മുതൽ പിന്നീട് അവനിക്ക് എന്ത് ചെയ്യണമെന്നറിയുന്നില്ല. കാരണം അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്തയില്ല. അവന്റെ ഉമ്മയും ഉപ്പയും അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ആ പൊന്നുമോനിക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നില്ല. പക്ഷേ മറിച്ചുകൊണ്ട് അവന്റെ ബന്ധുമിത്രാദികളുടെ കുറ്റങ്ങളും അവന്റെ കൂട്ടുകാരുടെ കുറ്റങ്ങളും അവന്റെ ബാപ്പ എന്തെങ്കിലും ചെറിയൊരു കാര്യം കാണിച്ചാൽ ആ ബാപ്പാനെ കുറിച്ച് പോലും കുറ്റം കൊടുക്കുന്ന എത്രയോ മാതാക്കൾ ഇവിടെയുണ്ട്, എത്രയോ ഉമ്മമാരുണ്ട്, അല്ലേ? ഉമ്മാന്റെ കുറ്റം ഉമ്മാന്റെ കുറ്റം ഉപ്പ മക്കളോട് പറഞ്ഞു കൊടുക്കുക, അതുപോലെ മക്കളെ കുറ്റം ഉമ്മയോട് പറഞ്ഞു കൊടുക്കുക. ഈ ശീലങ്ങളൊന്നും നല്ലതല്ല, ഇതൊന്നും നല്ലതല്ല. കഴിഞ്ഞ ആഴ്ചത്തെ ഒരു മാധ്യമത്തിൽ നമ്മളെല്ലാം നല്ലതുപോലെ വായിച്ചതാണ്. ബാപ്പാന്റെ വാക്ക് കേട്ടുകൊണ്ട് ഉമ്മാന്റെ തലക്കടിച്ചു കൊന്ന സംഭവം. ബാപ്പാന്റെ വാക്ക് കേട്ടുകൊണ്ട് ഉമ്മാന്റെ തലക്കടിച്ചു കൊന്ന സംഭവം
എന്തുകൊണ്ടാ കാരണം? മക്കൾക്ക് അല്ലാഹുവിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കാനോ അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കാനോ ഇന്നുള്ള മാതാപിതാക്കൾക്ക് സമയമില്ല. അതാണ് ഒന്നാമത്തെ കാരണം. ഇന്നിപ്പോ പണ്ടുള്ള ഉമ്മമാരൊക്കെ ആണെങ്കിൽ ഖുർആൻ ഷരീഫിനെയൊക്കെ കൊണ്ടുവന്നിട്ട് നല്ലതുപോലെ സൂക്ഷിച്ചു ഒരു ഉറവുണ്ടാക്കി അതിനകത്ത് നല്ല ഭദ്രമായിട്ട് വീട്ടിനകത്ത് വെക്കുമായിരുന്നു. പക്ഷെ ഇന്നോ ഖുർആൻ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞാൽ ആ ഖുർആൻ എടുത്തുകൊണ്ട് വരുന്നത് സ്കൂൾ പുസ്തകത്തിന്റെ ഇടയിൽ നിന്നായിരിക്കും. അത്രത്തോളം അധപ്പതനത്തിന്റെ വൃത്തികെട്ട വെറുമൊരു കൊടും ആഴിയിലേക്കാണ് മുസ്ലിം ഉമ്മത്ത് ആയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങൾ, അതുകൊണ്ട് അറിയാതെ എന്ത് ചെയ്യണോന്ന് പോലും അറിയില്ല, ഇങ്ങനെ അങ്ങോട്ട് കൊണ്ട് തേരാ പാരാ പോവുകയാണ്. പാടില്ല. എങ്ങനെ? അല്ലാഹുവേ, ഞാൻ നമസ്കരിച്ചിട്ടില്ല എങ്കിൽ സുബഹി നമസ്കാരം ഖലാക്കിയാലോ, ഇശാ നമസ്കാരം ഖലാക്കിയാലോ, ഏതെങ്കിലും ഒരു വഖത്ത് നമസ്കാരം ഖലാക്കിയാൽ അല്ലാഹുവേ എന്നെ നീ ശിക്ഷിക്കുമല്ലോ എന്നുള്ളൊരു ചിന്ത അവനിക്കില്ലാതെ മുന്നോട്ട് പോവുകയാണ്. തീർന്നിട്ടില്ല. അവന് കള്ളു കുടിച്ചാൽ കള്ളു കുടിക്കുന്നതിനെ കുറിച്ചിട്ടോ നാളെ അല്ലാഹുവിന്റെ കോടതിയിലേക്ക് വരുമ്പോ കോടതിയിൽ വെച്ചുകൊണ്ട് അവനെ ചോദിക്കുമെന്നുള്ള കാര്യം അവൻ ചിന്തിക്കുന്നില്ല. അവന് സ്വന്തമായിട്ടുണ്ടാക്കുന്ന കാശുണ്ടല്ലോ, ആ കാശ് കൊണ്ട് അവനെ ചെയ്തു തീർക്കുന്നതെന്താ? വെറും ഒരു ഗ്ലാസ് വെള്ളം മേടിച്ചു കുടിക്കാൻ അവൻ ചെന്നുകൊണ്ട് കാശ് വാരി എറിയുമ്പോ എന്റെ പ്രിയപ്പെട്ട യുവാക്കളടങ്ങുന്ന സഹോദരങ്ങളോട് ഞാൻ പറയാ, ഒരു സെക്കൻഡെങ്കിലും നീ എന്ന് ചിന്തിച്ചോ, ഞാൻ ഈ വെള്ളം കുടിച്ചു പോയാ നാളെ അല്ലാഹുവിന്റെ മഹ്ശറാവൻ സഭയിൽ വരുമ്പോ തിളച്ചുരുകുന്ന പാനീയമെടുത്തെന്റെ വായ്ക്കകത്തെ കൊഴുക്കുമല്ലോ എന്ന് നീ ചിന്തിക്കാതെ അശ്രദ്ധമായിട്ട് പോയല്ലോ. സ്വത്തുണ്ടായിട്ടും സക്കാത്ത് കൊടുക്കാതെ പോയല്ലോ. ഇതാണ് പറഞ്ഞത് യമീനൽ ശിമാലി. അവനിക്ക് എങ്ങോട്ട് പോകണമെന്നറിയില്ല, ഏത് പാതയിൽ കൂടിയാ അവനിക്ക് പോകേണ്ടുന്ന എന്നറിയുന്നില്ല. തീർന്നിട്ടില്ല. സഹോദരങ്ങളെ, തീർന്നിട്ടില്ല. മക്കളെ കുറിച്ച് ഇങ്ങനെ പെരുപ്പം പറയാ, അതുപോലെ അവന്റെ സമ്പത്തിനെ കുറിച്ച് ഇങ്ങനെ പെരുപ്പം പറയാ. എനിക്ക് ഇത്ര കടകളുണ്ട്, ഇത്ര പിന്നെ അതുപോലെ ഇത്ര പിന്നെ സ്ഥാപനങ്ങളുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നു. എല്ലാം കഴിഞ്ഞിട്ട് ബാക്കി ചുരുങ്ങിയുള്ള 5 കൊല്ലം അതെന്താ ചെയ്യുന്ന എന്നറിയോ? എന്റെ പ്രിയമുള്ള സഹോദര, ഈ 5 കൊല്ലം നീ ജീവിച്ചിരിക്കുമെന്നോ നിനക്കെന്തുറപ്പാ സഹോദരങ്ങളെ ഉള്ളത്? തുഅമ്മിലു ഫിദ്ദുനിയാ തവീലൻ വലാ തദ്രി ഇദാ ജന്ന ലൈലുൽ ഹൽ തഈശു ഇലാ ഫജ്രി وكم من صحيح مات من غير علة وكم من مريض عاش دهرا إلى دهر تؤمل في الدنيا طويلا ولا تدري. ദുനിയാവിൽ എത്ര കൊല്ലമാണ് നീ ജീവിച്ചിരിക്കുന്നതെന്ന് നിനക്ക് പറയാൻ പറ്റുമോ സഹോദര? ഇദാ ജല്ല ലൈലുൽ ഹൽ തഈശു ഇലാ ഫജ്രി. ഈ രാത്രിയിൽ നിന്റെ കിടപ്പറയിലേക്ക് നീ അങ്ങ് ചെന്ന് കിടന്നാൽ
കഴിഞ്ഞാൽ നിനക്ക് എഴുന്നേക്കാൻ നാളെ സുബഹി നമസ്കാരത്തിന് വേണ്ടിയിട്ടാ നിനക്ക് എഴുന്നേക്കാൻ കഴിയുമെന്ന നിനക്ക് എന്തുറപ്പാടാ നിനക്കുള്ളത് തീർന്നിട്ടില്ല. എത്രയോ ആളുകളാ ഒരു രോഗം പോലും ഇല്ലാതെ വളരെ പെട്ടെന്ന് മരണപ്പെട്ടു പോകുന്നത്. നമ്മളോടൊപ്പം സുബഹി നമസ്കാരത്തിന് വേണ്ടിയിട്ട് പള്ളിയിലേക്ക് വന്നു. പള്ളിയിലേക്ക് വന്നിട്ട് നമ്മളോടൊപ്പം നല്ലതുപോലെയൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്ന അബ്ദുൽ ഖാദറാക്ക നിമിഷ നേരം കൊണ്ട് എന്ത് ചെയ്തു? വീട്ടിലേക്ക് പോയി. പിന്നെ വിളിച്ചു പറയുന്നു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഇന്ന വീട്ടിൽ ഇന്നാള് മരണപ്പെട്ടു. അപ്പോഴാണ് നമ്മളെ കന്തം വിട്ടു പോകുന്നത്. ഒരു കുഴപ്പവുമില്ലാതെ വീട്ടിലേക്ക് പോയ ആള് അതാ അള്ളാഹുവിന്റെ വിശുദ്ധമാക്കപ്പെട്ട വചനങ്ങൾ പറഞ്ഞുകൊണ്ട് പറയുന്നു, ഇന്ന ആള് ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി. അന്തം വിട്ടുപോകും. നമുക്ക് കേൾക്കാൻ പോലും നമ്മുടെ ചെവിക്കത് വിശ്വസിക്കാനേ കഴിയില്ല. അതുകൊണ്ടാണ് പറയുന്നത്, ഒരു രോഗവുമില്ലാതെ എത്രയോ ആളുകളാണ് മരണപ്പെട്ടു പോകുന്നത്. ചിന്തിക്കണം സഹോദരങ്ങളെ. ഇവിടെ നിന്ന് ബാധ പറഞ്ഞു കഴിഞ്ഞിട്ട് ഷമീർ ദാരിമിക്കായിരുന്നാലും അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും ഒരാൾക്ക് അവന്റെ വീട്ടിലേക്ക് എത്തിച്ചേരാൻ കഴിയുമോ എന്ന് എന്തുറപ്പാണുള്ളത്? എന്തുറപ്പാണുള്ളത്? ഒരു ഉറപ്പുമില്ല. എന്നാലോ എന്നാലോ എത്രയോ രോഗങ്ങളെ പിടിപെട്ടുകൊണ്ട് നൂറുകണക്കിന് രോഗങ്ങൾ കരുത്തായിക്കൊണ്ട് നമ്മുടെ വീട്ടിന്റെ അകത്തളങ്ങളിൽ എത്രയോ ആളുകളാ കട്ടിലിൽ കഴിയുന്നത്. അവർക്ക് അല്ലാഹു തആല ദീർഘായുസ്സിനെ നീട്ടിയിട്ട് കൊടുക്കുന്നു. നമ്മൾ എത്രയോ വീടുകൾ നമ്മൾ കാണാറുണ്ട്. ചില ആളുകൾക്ക് അല്ലാഹു തആല വല്ലാത്ത രോഗങ്ങൾ കൊടുക്കും. പക്ഷേ കട്ടിലിൽ ഒരേപോലെ ഇങ്ങനെ കിടക്കുന്നു. ചില ആളുകൾക്കാണെങ്കിൽ വളരെ പെട്ടെന്ന് അവരുടെ റൂഹുകളെ റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ അല്ലാഹുവിന്റെ അരികിലേക്ക് എടുക്കുകയാണ്. അതുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക. ഇന്ന് മുതൽ അല്ലാഹുവേ, ഈ സെക്കൻഡ് മുതൽ അല്ലാഹ് നിനക്ക് വേണ്ടിയിട്ട് ഞാൻ നമസ്കരിക്കുമല്ല. നീ പറഞ്ഞ ഓരോ കാര്യത്തിലേക്ക് ഞാൻ പോകുമല്ല. അല്ലാഹ് ഞാൻ ഇന്ന് കള്ളു കുടിക്കില്ല. അല്ലാഹ് പലിശയുടെ അടുക്കലേക്ക് പോകില്ല എന്നൊരു ഉറപ്പ് ഇവിടെ വെച്ചുകൊണ്ട് ചെയ്യണം. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ശേഷിക്കുന്ന 5 കൊല്ലമാണ് എന്നൊരു ചിന്ത ഉണ്ടെങ്കിൽ ശേഷിക്കുന്നതോ രോഗങ്ങളും മരണപ്പെട്ടു പോകുന്നത് എപ്പോഴാണ് എന്നുള്ള ചിന്തയാണ്. ഏത് സമയത്താണ് ഞാൻ മരണപ്പെടുന്നതോ, ഏത് സെക്കൻഡിലാണ് ഞാൻ മരണപ്പെടുന്നതോ, എന്റെ ഭാര്യന്റെ മുമ്പിൽ വെച്ചുകൊണ്ടാണോ, എന്റെ മക്കളുടെ മുമ്പിൽ വെച്ചുകൊണ്ടാണോ, എന്റെ കൂട്ടുകാരുടെ മുമ്പിൽ വെച്ചുകൊണ്ടാണോ, അതല്ല ഞാൻ ചീറിപ്പോയി പോകുമ്പോ എന്റെ വാഹനത്തിന് വെച്ചുകൊണ്ടാണോ ഞാൻ മരണപ്പെടുന്നു എന്നുള്ള ചിന്തയാണ്. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് പിന്നെ അവസാന സമയമാകുമ്പോ അല്ലാഹുവിന്റെ പള്ളിക്കകത്തേക്ക് തസ്ബീഹ് മാറിയും തൂക്കിയിട്ട് കാര്യമില്ല സഹോദരാ. നിനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നിട്ടുള്ള ആ ആയുസ്സിനെ കുറിച്ച് അല്ലാഹു തആല ചോദ്യം ചോദിക്കുമ്പോ ഞാൻ തീരു കണ്ട് തീർത്തെന്ന് പറയാൻ നിനക്ക് കഴിയോ? വെറുതെ ഞാൻ എന്റെ കച്ചവടത്തിന്റെ പേരിലോ ഞാനെന്ന് പോയെന്ന് പറയാൻ നിനക്ക് കഴിയോ സഹോദരാ? കഴിയോ? കഴിയില്ല. അതുകൊണ്ട് അല്ലാഹുവിലേക്ക് അടുക്കുക. ഈ ദുനിയാവിനെ പാടെ അങ്ങ് മറക്കുക. ഈ ദുനിയാവ് നശ്വരമാണ്. നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് അതിലേക്കുള്ളൊരു വഴി ലോകത്തിന്റെ നേതാവ് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതിനു വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല വഴി നിനക്ക് കള്ളുകുടിയിൽ നിനക്ക് നല്ലതുപോലെ മാറി നിൽക്കണോ, പലിശയിൽ നിന്നും നിനക്ക് മാറി നിൽക്കണോ, ചൂതാട്ടത്തിൽ നിന്നും നിനക്ക് മാറി നിൽക്കണോ, നീ ഒരേ ഒരു കാര്യം ചെയ്യുക. നിന്റെ നമസ്കാരം നീ മുറ പോലെ നിറവേറ്റുക.